ശരി സാർ, ഞാൻ തുറക്കാം. വിനോദ്, ഈ സെല്ലിന്റെ കീ എടുക്ക്. കമ്മീഷണറിന്റെ ഓർഡർ കേട്ട് മിസ്റ്റർ കാംബ്ലെ ഞെട്ടിപ്പോയി. ഒരു സാധാരണ ചായക്കടക്കാരനായ യശ്പാലിനെ കമ്മീഷണർ മോചിപ്പിക്കാൻ വന്നത് എന്തിനാണെന്ന് അവനൊട്ടും മനസ്സിലായില്ല. പുറത്തേക്ക് വന്ന യശ്പാലിനും താൻ എങ്ങനെ പുറത്തു വന്നു എന്ന് മനസ്സിലായില്ല. സർ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സർ, സാർ എന്തിനാ കൈകൂപ്പുന്നേ? എന്തിനാ മാപ്പി വയ്ക്കുന്നത്? ആരെ എന്നെ രക്ഷിച്ചതെന്നൊന്ന് പറയോ? സർ, ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. പിന്നെ കാംബ്ലെ, ബാക്കി ഗുണ്ടകളൊക്കെ എവിടെയാ? ഏത് സെല്ലിലാ? സർ, അവരെ ഒരു ലോയർ വന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോയി. ജാമ്യത്തിൽ വിട്ടുന്നോ? വാട്ട് നോൺസെൻസ്! ഒക്കോ, ഉടനെ അവരെ വീണ്ടും അറസ്റ്റ് ചെയ്യും. വീണ്ടും അറസ്റ്റോ? സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? Now go and arrest those people at the earliest. Sure, sir. സർ, നിങ്ങൾക്ക് പോവാം. എഗെയിൻ, ഇവിടെ നടന്ന എല്ലാത്തിനും സോറി. താങ്ക് യു, സർ. പൂർണ്ണ ആശയക്കുഴപ്പത്തോടെ യാഷ് പോലീസ് സ്റ്റേഷന്റെ എക്സിറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരു സാധാരണ ചായക്കടക്കാരനായ അവനെ രക്ഷിക്കാൻ കമ്മീഷണർ വരെ നേരിട്ടിടപെട്ടത് ആര് പറഞ്ഞിട്ടായിരിക്കും എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഏത് കാറായത്? വേഗം അകത്ത് കേറ്. നീ എന്താ ഇവിടെ? നീ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ വേഗം വണ്ടിയിൽ കേറ്. ശരി, വരാം വരാം. കിയാര, നിങ്ങളാണോ എന്നെ ജാമ്യത്തിലിറക്കാൻ സഹായിച്ചത്? അല്ല, മിനിസ്റ്റർക്ക് നിന്നെ മരുമകനാക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ വിട്ടയച്ചത്. നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യാഷ് കിയാരയെ ഒന്ന് നോക്കി. അവൾ ഇന്നലത്തേക്കാൾ സുന്ദരിയായതുപോലെ അവന് തോന്നി. അവളുടെ കാറിൽ മുഴുവൻ ഇന്നലെ രാത്രി തന്റെ ചെറിയ മുറിയിൽ അവൾ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന അതേ പെർഫ്യൂമിന്റെ ഗന്ധവും ഉണ്ടായിരുന്നു. നൈസ് സ്മെൽ. അതിന് നൈസ് ഫ്രാഗ്രൻസ് എന്നാ പറയേണ്ടത്, മണ്ട. ശരി ശരി, നൈസ് ഫ്രാഗ്രൻസ്. ആ, പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നീ ഇന്ന് രാവിലെ ഒന്നും ചോദിക്കാതെയും പറയാതെയും എങ്ങോട്ടേക്കാ ഓടിപ്പോയത്? നീ കാര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ വേണ്ടാത്ത കാര്യങ്ങളാ ചോദിക്കുന്നത്. ഞാൻ വീണ്ടും എന്തിനാ ഇവിടെ വന്നതെന്നാണ് നീ ചോദിക്കേണ്ടത്. എന്തിനാ ഞാൻ വീണ്ടും നിന്റെ മുഖം കാണാൻ വന്നതെന്ന്. അതെനിക്കറിയാം. നിന്റെ ആ വെളുത്ത ഡ്രസ്സും അതിന്റെ കൂടെയുള്ള ഹൈ ഹീൽസ് ഷൂവും ഇതൊക്കെ വാങ്ങാനല്ലേ നീ വന്നത്? അതെനിക്കറിയാം. മിണ്ടാതിരിക്കെ. ഒരു ഡ്രസ്സിനായിട്ട് ബെയിലെടുക്കാൻ വരാൻ എനിക്കെന്താ വിവരമില്ലേ? ഇൻഫാക്ട് എനിക്കെന്റെ ക്രെഡിറ്റ് കാർഡും തിരികെ വേണമെന്നില്ല. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞ കുറെ കമ്പനികൾ നമ്മുടെ പിറകെ നടന്നെടുപ്പിക്കുന്നതല്ലേ ഒരു ക്രെഡിറ്റ് കാർഡ്. അതിനെന്ത് വിലയുണ്ട്? ആ, എനിക്ക് ഓർമ്മയുണ്ട്. ആ കാർഡ് ഇപ്പോഴും അവന്റെ കയ്യിലാണ് എന്ന് യാഷിന് ഓർമ്മ വന്നു. ആ ക്രെഡിറ്റ് കാർഡിന് 100 കോടി രൂപയുടെ ശക്തിയുണ്ട്. അത് കാണിച്ചാൽ യാഷ്പാലിന് സംക്രമനെയും ഇൻസ്പെക്ടറിനെയും നേരിടാമായിരുന്നു. ദാ, നിന്റെ ക്രെഡിറ്റ് കാർഡ് ഇതാ നോക്ക്. ദൈവമാണേ, നീയാണേ സത്യം. ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ല. എടുത്തോ എടുത്തോ എടുത്തോ. ഈ പണക്കാരുടെ ഓരോ കാര്യങ്ങൾ. ഇന്നലെ രാത്രി എന്നെ സഹായിച്ചതിന് താങ്ക് യു സോ മച്ച്. കിയാര മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരുന്നു. ഇന്നലെ രാത്രി യാഷ്പാൽ അവളോട് ഒന്നും തെറ്റായി ചെയ്തിട്ടില്ലെന്നും അവളെ രക്ഷിക്കാനാണ് യാഷ് അവളെ വീട്ടിലെത്തിച്ചതെന്നും അവൾക്ക് ഉറപ്പായി. കിയാരയിൽ നിന്ന് ഒടുവിൽ ഒരു താങ്ക് യു കേട്ടപ്പോൾ യാഷ്പാലിന്റെ മനസ്സൊന്ന് മൃദുവായി. എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. നീ വളരെയധികം വ്യത്യസ്തനാ. ചോദിക്കേണ്ട കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം നീ ചോദിക്കുന്നുണ്ട്.
ഞാൻ ചോദിക്കേണ്ടത് ചോദിക്കുന്നില്ലെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞോളൂ, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? എവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നത്? എൻ്റെ വീട് കഴിഞ്ഞു പോയല്ലോ. ഇവിടെയല്ലേ ഞാൻ ഇന്നലെ നിന്നെ ബോധരഹിതയായിട്ട് കണ്ടത്? അതെ, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കാനാണ് ഇവിടെ വന്നത്. പ്രധാന കാര്യോ? ഓ കിയാരാജി, ഞാൻ തുറന്നു പറയാം. ഇന്നലെ രാത്രിയിൽ ഞാൻ നിങ്ങളോടൊന്നും തെറ്റായി ചെയ്തിട്ടില്ല. ഒന്ന് നിർത്ത്, വായടയ്ക്ക്. എന്തൊരു ചായ നാറ്റാ ഇത്! ചായപാത്രത്തിനുള്ളിലിരുന്നാണോ നീ ചായ ഉണ്ടാക്കുന്നത്? ഏയ്, ഒരു ചായക്കടക്കാരന്റെ ശരീരത്തിൽ നിന്ന് ചായയുടെ അല്ലാതെ പിന്നെ എന്തിന്റെ സ്മെല്ല് വരാനാ? ഇത് കഷ്ടപ്പാടിന്റെ സ്മെല്ല. നിനക്കത് എങ്ങനെ മനസ്സിലാവാനാ? നിനക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ സ്മെല്ലിന് വേണ്ടി എന്താ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ആ, പെർഫ്യൂം. അത് ഫൂ ഫൂ അടിച്ച് നടന്നാൽ മതിയല്ലോ. നമുക്കതില്ല. ഹേയ്, ഷട്ട് അപ്പ്. നിന്റെ മണ്ടത്തരം പറച്ചിൽ നിർത്ത്. ഞാൻ നിന്നോടൊരു പ്രധാന കാര്യം പറയാനാ വന്നത്. നൗ ലിസൺ കെയർഫുള്ളി. നിന്റെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം. നിന്റെ പേര് യശ്പാൽ. എല്ലാവരും നിന്നെ യശ് എന്ന് വിളിക്കും. നീ സർനെയിം ഉപയോഗിക്കുന്നില്ല. ജുഹു ബീച്ചിന്റെ മുൻവശത്ത് ഒരു ചായക്കട നടത്തുന്നു. കടലോരത്തെ സ്ലമ്മിൽ വാടകയ്ക്കാണ് നീ താമസിക്കുന്നത്. എന്നെ കുറിച്ച് ഇങ്ങനെ പല ഇൻഫർമേഷനും നീ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ, പിന്നെ സർനെയിമിന്റെ കാര്യം പറഞ്ഞ എനിക്ക് തന്നെ എൻ്റെ സർനെയിം അറിയില്ല. അറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഉപയോഗിച്ചെന്നെ. വീടിനെ കുറിച്ച് പറഞ്ഞാൽ നിനക്കുള്ളതുപോലെ പണം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു പോഷ് ഏരിയയിൽ നിങ്ങളെപ്പോലെയൊക്കെ ഒരു വീടെടുത്തേനെ. വീണ്ടും എന്തൊക്കെയോ പറയല്ലേ. നീ എന്താ മനസ്സിലാക്കാത്തത്? ഇറ്റ്സ് സീരിയസ് മാറ്റർ. ശരി, ഞാനൊന്നും പറയുന്നില്ല. നിനക്കല്ല സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ പോവാം. നിക്ക്, ഒരു ഡീൽ ഉണ്ടാക്കാം. നീ എന്റെ ബോയ്ഫ്രണ്ട് ആവണം. എന്താ ചെയ്യേണ്ടത്? ഡീൽ. എന്റെ ബോയ്ഫ്രണ്ട് ആക്. ബോയ്ഫ്രണ്ട്? നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ. നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. നീ എന്റെ ബോയ്ഫ്രണ്ട് ആവണം. ഓ, ദൈവം സാക്ഷി, 20 മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മൾ ഈ കാറിൽ ഒന്നിരുന്ന് സംസാരിച്ചിട്ട്. അപ്പോഴേക്കും നീ എന്നെ ബോയ്ഫ്രണ്ട് ആക്കുമെന്ന് പറയുന്നു. അത്ഭുതം തന്നെ ഇത്. കിടിലൻ. സൂപ്പർ വെതർ, ഈ ബീച്ച്. അവിടെ നീ ഒരു ബോംബിട്ട പോലെ ഒരു കാര്യം പറഞ്ഞു. ഞാനത് ആസ്വദിച്ചു. കൊള്ളാം. ഞാൻ തമാശ പറഞ്ഞതല്ല. ഐ എം സീരിയസ്. സീരിയസ്? ഏയ് മാഡം, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ് മാഡം, നിന്റെ കാറിനെ സാക്ഷിയാക്കി ഞാൻ പറയാം. ഞാൻ എന്ത് ചെയ്തോ അത് നിന്നെ രക്ഷിക്കാനായിരുന്നു. മനസ്സിലായോ? ഞാൻ കള്ളം പറയുകയാണെങ്കിൽ നിന്റെ കാറ് പൊട്ടിത്തെറിക്കും. ഏയ് ചില്ലേ, ഇന്നലെ ഒന്നും സംഭവിച്ചില്ലെന്ന് എനിക്കറിയാം. അപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ ഡീല്? അയ്യേ, എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ നിന്നെ സഹായിച്ചത് കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ? അതുകൊണ്ട് നീ ഹാപ്പിയായി, ഇംപ്രസ്ഡ് ആയി. അതുകൊണ്ട് ബോയ്ഫ്രണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആകണം അല്ലേ? ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യാനാ വന്നത്. നീ എന്റെ ബോയ്ഫ്രണ്ട് ആകണമെന്നല്ല, ഇതൊരു ഡീലാണെന്നാ പറഞ്ഞത്. ഡീൽ ഡീൽ ഡീൽ. എന്തിനീ ഡീൽ? നിന്റെ ബിസിനസ് ഡീലാണോ? ഓ, അത് ഞാൻ മറന്നു. എൻ്റെ ചായക്കട, അതെ അതെ, വളരെ ഫേമസ് ആണ്. ദൂരത്ത് നിന്ന് ആളുകൾ വന്ന് പറയാറുണ്ട്, 500 രൂപ കൊടുത്ത കൊളാബറേഷൻ, 100 രൂപയ്ക്ക് കൊളാബറേഷൻ. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷെ ഞാൻ നിങ്ങളോട് ബിസിനസ് പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ ചായക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? യാഷ്പാൽ
തന്റെ ബിസിനസ് എത്തിക്സ് കാരണം അറിയപ്പെട്ട ആളായിരുന്നു. തന്റെ കഴിവിൽ അവനൊരു അഭിമാനം ഉണ്ടായിരുന്നു. ശരിക്കും അവന്റെ ചായ കുറച്ചുകൂടെ ഫേമസ് ആയിരുന്നു. പക്ഷേ യാഷ്പാലിന്റെ ഈ മണ്ടത്തരങ്ങൾ കേട്ടപ്പോൾ കിയാരയുടെ മുഖം വാടി. ഇവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നായിരുന്നു അവളുടെ ആശങ്ക. മാഡം, എന്താ കാര്യമെന്ന് വ്യക്തമായി മുഖത്ത് നോക്കി പറയും. നീ എന്നോടൊരു ഡീൽ ചെയ്യും. നീ എന്റെ ബോയ്ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. ലോകത്തിന്റെ മുന്നിൽ നീ എന്റെ പാർട്ട്ണർ, എന്നാൽ എന്റെ മുന്നിലല്ല. മനസ്സിലായോ? അതായത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടായി ആക്ട് ചെയ്യണം അല്ലേ? ശരി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ലോകത്തിന് മുന്നിൽ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കാണിക്കണം. അങ്ങനെ നിന്നെ ശല്യപ്പെടുത്തുന്ന ആളുകളെ നിനക്ക് ഒഴിവാക്കാം. അതാണോ? മനസ്സിലായി എനിക്ക്. കറക്റ്റ്. അതെല്ലാം ഓക്കെ. പക്ഷെ ഇതിൽ എനിക്കെന്താ ലാഭം? ഡീലാണെന്ന് പറഞ്ഞില്ലേ, ഇതിന് നിനക്ക് പണം ലഭിക്കും. എത്ര കിട്ടും? നീയാ പറയേണ്ടത്. നിനക്ക് എത്ര വേണം? എത്രയെന്നോ? അയ്യോ ദൈവമേ, എത്ര എത്ര ചോദിക്കണം? എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഞാൻ സ്മാർട്ടാണ്, ടാലന്റഡ് ആണ്, യുണീക്ക് ആണ് എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ചായക്കട വേൾഡ് ഫേമസ് ആണ്. പക്ഷെ നിനക്ക് ബോയ് ഫ്രണ്ട് ആകണമെങ്കിൽ സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. അവരെല്ലാം ഉണ്ടായിരിക്കെ നീ എന്തിന് എന്നെ സെലക്ട് ചെയ്തു? എന്റെ പൊന്നോ, നീ എത്ര ചോദ്യങ്ങൾ ചോദിക്കും? നീ ഒരു കാര്യം മാത്രം പറ. നിനക്ക് എത്ര രൂപ വേണം? പക്ഷെ എൻ്റെ ചോദ്യത്തിന് നീ ഇനിയും ഉത്തരം നൽകിയിട്ടില്ലല്ലോ. എന്തിന് എന്നെ സെലക്ട് ചെയ്തു? ഈ ഡീൽ എന്ന പേരിൽ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോകുമോ എന്നൊരു പേടി യാഷിനുണ്ടായി. സത്യത്തില് കാരണം എന്താണെന്ന് വെച്ചാ? എന്താന്ന് വെച്ചാ, ഈ ഡീൽ കൊണ്ട് എന്ത് സംഭവിക്കും? ഈ പ്രപ്പോസൽ ശരി തന്നെയാണോ? അല്ലെങ്കിൽ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ശരിയായിരുന്നെങ്കിൽ യാഷ് ഇതിന് സമ്മതിക്കുമോ? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.